ഫുട്ബോളിൽ നമ്മൾ പലപ്പോഴും മോശം റഫറിംഗ് തീരുമാനങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഒരു രാജ്യം മൊത്തം ചേർന്ന് ഒരു ലോകകപ്പ് മത്സരം വിലക്കെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ സംസാരിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ളത്തരം നടന്ന ആ കറുത്ത രാത്രിയെക്കുറിച്ചാണ്. വർഷം 2002 ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ടൊട്ടിയും മാൾഡീനിയും ഡെൽപിറോയും അടങ്ങുന്ന വമ്പന്മാരുടെ ഇറ്റലി ആതിഥേയരായ സൗത്ത് കൊറിയയെ നേരിടുന്നു. കളി നിയന്ത്രിക്കാൻ എത്തിയത് ഇക്വഡോറുകാരനായ ബൈറൺ മൊറാനോ എന്ന റഫറി. ആ മത്സരത്തിൽ മൊറാനോ എടുത്ത വിചിത്രമായ തീരുമാനങ്ങൾ ഇന്നും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ നാണക്കേടായി അവശേഷിക്കുന്നു. മത്സരം തുടങ്ങിയത് മുതൽ റഫറിയുടെ കള്ളക്കളി വ്യക്തമായിരുന്നു. 5-ാം മിനിറ്റിൽ തന്നെ കൊറിയയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ഭാഗ്യത്തിന് ബഫൺ അത് രക്ഷപ്പെടുത്തി. എന്നാൽ പിന്നീട് ഗ്രൗണ്ടിൽ നടന്നത് ഫുട്ബോൾ അല്ലായിരുന്നു, വെറും ഗുസ്തി മാത്രമായിരുന്നു. കൊറിയൻ കളിക്കാർ ഇറ്റാലിയൻ താരങ്ങളെ കൈകൊണ്ടും കാലുകൊണ്ടും ക്രൂരമായി ഫൗൾ ചെയ്തു. ഡെൽപിറോയുടെ മുഖത്ത് കൊറിയൻ പ്ലെയർ കൈമുട്ട് കൊണ്ട് ഇടിച്ചിട്ട് ചോര വന്നിട്ടും റഫറി കാർഡെടുത്തില്ല. മറ്റൊരു ഇറ്റാലിയൻ താരത്തിന് തലക്ക് കൊറിയൻ കളിക്കാരൻ ചവിട്ടിയിട്ടും റഫറി മൊറാനോ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. അവിടെയാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടക്കുന്നുള്ളത്. ഇറ്റലിയുടെ സൂപ്പർ താരം ഫ്രാൻസിസ്കോ ടോട്ടിയെ ബോക്സിനുള്ളിൽ വെച്ച് കൊറിയൻ ഡിഫൻഡർ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ഇറ്റലി പ്ലേയേഴ്സ് പെനാൽറ്റിക്കായി വാദിച്ചപ്പോൾ റഫറി ചെയ്തത് വേറെ ഒന്ന്. ടൊട്ടി കള്ളം കാണിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് 2ാമത്തെ മഞ്ഞ കാർഡ് നൽകി റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കി. പിന്നീട് 10 പേരുമായി കളിച്ച ഇറ്റലി ഒരു ലീഗൽ ഗോൾ അടിച്ച് ജയിച്ചതാണ്. എന്നാൽ ലൈൻസ്മാനും റഫറിയും ചേർന്ന് അത് തെറ്റായി ഓഫ് സൈഡ് വിസിലടിച്ച് ക്യാൻസൽ ചെയ്തു. ഒടുവിൽ കൊറിയ ഒരു ഗോൾ അടിച്ച് ഇറ്റലിയെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കി. ഈ മത്സരത്തിന് ശേഷം ഇറ്റലിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും കൊറിയൻ പക്ഷം പിടിച്ചതിന് തെളിവില്ലെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ കാലം ഇതിന് മറുപടി നൽകി. അഴിമതിയും മാച്ച് ഫിക്സിങ്ങും തെളിഞ്ഞതിനെ തുടർന്ന് പിന്നീട് ഈ റഫറിയെ ഫിഫ സസ്പെൻഡ് ചെയ്തു. അതിലും വലിയ ട്വിസ്റ്റ്, 2010 ഇതേ ബൈറൺ മൊറാനോ അമേരിക്കയിലെ ന്യൂയോർക്ക് എയർപോർട്ടിൽ വെച്ച് 6 കിലോ ഹെറോയിൻ എന്ന മാരക ലഹരി മരുന്ന് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ നോക്കിയതിന് പോലീസിന്റെ പിടിയിലായി ജയിലിൽ അടക്കപ്പെട്ടു. അതെ, ഗ്രൗണ്ടിൽ കള്ളത്തരം കാണിച്ചവനെ വിധി കാത്തുവെച്ചത് ജയിലറയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തനിക്ക് തെറ്റുപറ്റിയെന്ന് ഈ റഫറി സമ്മതിക്കുകയുമുണ്ടായി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി മത്സരം ഇതാണോ? കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന ഫുട്ബോൾ ചരിത്രങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.